ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വോയിസ് കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിക്കലുണ്ട് വോയിസ് കൊടുത്തിട്ട് ചെയ്യാമെന്നെല്ലാം ഇങ്ങനെ വിചാരിക്കും വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. 4 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും വോയിസ് കൊടുക്കാമെന്ന്. പക്ഷെ ഞാൻ വിചാരിക്കും കൊടുത്തിട്ട് എന്തെങ്കിലും ബോറാകോ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാണുന്നവർ എന്താ അത് എന്തോ പോലെ ഉണ്ട്, ഇതെന്തോ പോലെ ഉണ്ട് അങ്ങനെ പറയുമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ വോയിസ് കൊടുക്കലില്ലേനെ. പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് പറയും വോയിസ് കൊടുത്തിട്ട് തന്നെ ചെയ്തു നോക്ക്, നല്ല രസം ഉണ്ടാവും എന്നെല്ലാം അവരിങ്ങനെ പറയലുണ്ട്. പിന്നെ നമുക്കൊരു എന്തോ ഒരു മടിയാണ് ഞങ്ങൾക്ക്. അങ്ങനെ എപ്പോഴും വിചാരിക്കും വീഡിയോ ഇടണമെന്നെല്ലാം വിചാരിക്കും, പക്ഷെ പറ്റലില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന മുതലേ വിചാരിക്കും വീഡിയോ ഇടണം എന്നെല്ലാം വിചാരിക്കും, പക്ഷെ നടക്കലില്ല. പിന്നെ ഞാൻ ഇവിടെ ക്രാഫ്റ്റിൻ്റെ ക്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ക്രാഫ്റ്റും പിന്നെ നമ്മൾ ഫുഡാക്കൽ, ക്ലീനിങ്, പിന്നെ അതിൻ്റെ കൂടെ ഇതും എല്ലാം നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോകാന്നുള്ളതിലേക്ക് ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യൽ. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഒരു 1.5 മാസം ക്രാഫ്റ്റ് ക്ലോസ്ഡാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും വെറുതെ ഇരിക്കണ്ടല്ലോ, വീഡിയോസ് പറ്റുന്ന പോലെ എന്തെങ്കിലും എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് എല്ലാം കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഈ വീഡിയോ എടുത്തത്. കുറേ മുന്നേ ആഗ്രഹിച്ചതാണ് വോയിസ് എല്ലാം കൊടുത്തിട്ട് ചെയ്യണമെന്ന്, പക്ഷെ മടിയാണ്. സത്യം പറഞ്ഞാൽ മടിയാച്ചാൽ എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ളതിൽ പിന്നെ മനസ്സിലായി ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ ചെയ്യാണ്ടെന്നാൽ അതാടെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വോയിസ് കൊടുത്തിട്ട് ഇനി മുതൽ എന്തായാലും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും കുറേ വീഡിയോസ് ഇടണമെന്നെല്ലാം പ്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കുമായിരിക്കും. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എന്തായാലും ചെയ്യണം, എന്നെക്കൊണ്ട് പറ്റുമോ അങ്ങനെയെല്ലാം നമുക്കൊരിതുണ്ടെങ്കിൽ എന്തായാലും അത് ചെയ്യാൻ പറ്റും. നമ്മളിനി നേരത്തെ പറഞ്ഞ പോലെ നമുക്കിഷ്ടമാണ് കാര്യങ്ങൾ ചെയ്യാൻ, പക്ഷേ മറ്റുള്ള ആൾക്കാരൊന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ നിങ്ങൾക്കും എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ഒന്നിച്ച് തന്നെ അതായത് ചെയ്യാൻ തുടങ്ങിക്കോളി. വർക്കിന് പോകണമെന്നാ, അല്ലെങ്കിൽ പഠിക്കണമെന്നാ, അല്ലെങ്കിൽ ഇതുപോലെ വ്ളോഗ് എടുക്കണമെന്നാ, അങ്ങനെ നിങ്ങൾക്കൊരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എന്തായാലും ആഗ്രഹങ്ങൾ ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെങ്കിൽ നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് ചില സാധനങ്ങൾ വേണമെന്ന് തോന്നും. അതായത് ഇത് വേണേനി, ഇത് വാങ്ങാൻ വിചാരിച്ചേനോ അങ്ങനെയെല്ലാം നമ്മൾ വിചാരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആഡായി. ലിസ്റ്റൊന്നും ഇട്ടിട്ട് പോയിട്ടില്ല, പക്ഷെ ഒരു എന്തെല്ലാം വേണ്ടത് എന്നുള്ളത് അറിയേനി. പിന്നെ പിള്ളേരെയും കൂട്ടി പോകുമ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിനേക്കാൾ കൂടുതൽ സാധനം നമ്മളെ ട്രോളിയിലേക്ക് വരും. പിന്നെ നമ്മൾ ഇങ്ങനെ മന്ത്ലി സാധനം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യലില്ല. എന്താണെന്ന് വെച്ചാൽ അൽക്കാക്ക ഷോപ്പിലാണ്. അപ്പോൾ നമുക്ക് തീരുന്ന സാധനങ്ങൾ പറഞ്ഞാൽ അൽക്കാക്ക കൊണ്ടുതരിക ചെയ്യൽ. പിന്നെ നമ്മൾ ലുലുവിൽ പോവാം എന്തെങ്കിലും വാങ്ങാമെന്നുള്ളതിലേക്ക് അങ്ങനെ വരുന്നല്ലാണ്ട് ഓരോ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്ത് സാധനം വാങ്ങാൻ അങ്ങനെ വരത്തില്ല. ഞാനിങ്ങനെ പിന്നെ വീഡിയോ ഇങ്ങനെ നമുക്ക് എടുത്ത് ശീലമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുക്കുന്ന സമയത്ത് ഓരോ ക്ലിപ്പായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ കാണുമ്പോൾ അവരെന്തെങ്കിലും വിചാരിക്കുമെന്നുള്ള ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം ഞാൻ കുറച്ചായിട്ടുള്ളത് എടുത്ത്, പിന്നെ നമ്മളിതൊന്നും എല്ലാം വാങ്ങുന്നില്ലെങ്കിലും നമുക്കിതെല്ലാം പോയി നോക്കാനും
കാണാനെല്ലാം നല്ല രസമല്ലേ. നമുക്കൊരു എന്താ പറയുക, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് ഈ ഷോപ്പിങ്ങിനോട് കുറച്ചധികം ഒരു ഇഷ്ടമായിരിക്കും. ഞാനിങ്ങനെ എന്തെല്ലാം ഓഫറുള്ളത്, പിന്നെ ഇവിടുത്തെ റേറ്റ് കൂടുതലാണോ അൽക്കാക്ക ഷോപ്പിൽ, എങ്ങനെയാണ് റേറ്റ് വരിക എന്നെല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം അത് ഇങ്ങനെ ഇപ്പോൾ എനിക്കൊരു സാധനം വേണമെങ്കിൽ വേഗം അങ്ങ് എടുക്കുമ്പോൾ ഈ റേറ്റിനേക്കാൾ കുറവാണോ ഷോപ്പിൽ, അല്ലെങ്കിൽ ഇവിടെ റേറ്റ് അധികമാണോ, അങ്ങനെയെല്ലാം ഞാൻ ചോദിക്കുന്നുണ്ടേനി. ബില്ലിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ ആദമിൻ്റെ ചായപ്പീടിക എന്ന് പറഞ്ഞിട്ട് കുറച്ചായി തോന്നുന്നുണ്ട് ഓപ്പൺ ആയിട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇരുന്ന് കഴിച്ചിട്ടൊന്നുമില്ല, 2-3 പ്രാവശ്യം സ്നാക്സ് വാങ്ങിയിട്ടുണ്ടേനി. അങ്ങനെ എൻ്റെ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും എന്തായാലും കമൻറ്റിൽ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.